തിരുവോണം വരെ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവരും കണ്ട് ബോറടിച്ചവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്നത്തെയും പോലെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചു കേട്ടോ. അതിനുശേഷം തലേ ദിവസത്തെ പൂവിട്ടത് അതൊന്ന് പറക്കി മാറ്റി. അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പുട്ടുപൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വെച്ചേ. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് പിന്നെ എന്നാൽ അടിച്ചു വരയിടാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വേഗം പണിയൊക്കെ കഴിയുമല്ലോ. ആ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ചെന്ന് നമ്മുടെ പുട്ടെല്ലാം ആവിയേറ്റി റെഡിയാക്കി വെച്ചേ. അതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കാനായിട്ട് പോയത്. മെയിനായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടാണ് തുടച്ചെടുക്കേണ്ടത്, കാരണം അവിടെയാണല്ലോ പൂവിടുന്നത്. അതിന് ശേഷം ഞാൻ പൂവിടാനായിട്ട് ഇരുന്നു. എല്ലാ പൂവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്നിടാനായിട്ട് ഇത്രയും പൂവേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊരു പൂക്കൾ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലായിട്ട് അധികം പൂവൊന്നും നിൽക്കണില്ല കേട്ടോ. ആകെ ഒരു വെള്ള പൂ മാത്രമേ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ 50 രൂപയ്ക്ക് ഒരു കിറ്റിൽ പൂ വാങ്ങിക്കുകയാണ് ചെയ്തത്. അതിലാണെങ്കിൽ 3 സൈസ് പൂവേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ഒരു പൂക്കളം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ ഞാൻ ചായ കുടിക്കാനായിട്ട് പോയി. കാപ്പിയൊക്കെ തിളപ്പിച്ചു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.